മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സഭ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുക മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെയും നേടിയെടുക്കണം. എന്നാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ആഗ്രഹമല്ല, ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി രോഗസൗഖ്യം, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കി പ്രാർത്ഥനയാൽ അവർക്ക് നേടിക്കൊടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനവും അതിനുശേഷം അവരെ സ്വർഗ രാജ്യത്തിലേക്ക് നയിക്കുന്ന വചനവും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ നമുക്ക് വേറൊരു മാർഗവുമല്ല. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് പരിശുദ്ധാത്മാവിനെ നേടിയെടുത്ത് വചനം പഠിക്കാതെ സ്വന്തം പ്രവൃത്തി ചെയ്യുവാനും, വചനം പഠിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നേടാതെ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുവാനും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾ വചനം പഠിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ താലന്തും ദൈവത്തിൻ്റെ വചനവുമായി ജനങ്ങളുടെ ഇടയിലെത്തുക. തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിലേക്ക് അവരെ ആദായപ്പെടുത്തുവാൻ സാധിക്കും എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുവാൻ പോകുകയാണ്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, സഭ ഇന്ന് സാമൂഹ്യ പ്രവർത്തനത്തിൽ അധികമായി ഏർപ്പെടേണ്ട ആവശ്യകതയുണ്ട്. ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ നിറവേറ്റിക്കൊടുത്ത് അവരെ തിരുവചനത്താൽ വഴി നടത്തുവാൻ അടിയങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. അതിൻ്റെ പടികളിൽ അടിയങ്ങൾ കയറുമ്പോൾ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ പ്രബോധിപ്പിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നാം ഇവിടെ വായിച്ചത് നല്ല ശമരിയക്കാരൻ്റെ കഥയാണ്. എല്ലാവർക്കും നല്ല ശമരിയക്കാരൻ്റെ കഥ അറിയാം. ഒരു മനുഷ്യൻ താൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യനെ ചില കള്ളന്മാർ വന്ന് പിടിക്കുകയും അവിടെ അർത്ഥപ്രാണിയായി ഇട്ടേച്ചു പോകുകയും ചെയ്യും. മനുഷ്യൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ പുരോഹിതൻ വരും, ലേവ്യൻ വരും, ഈ മനുഷ്യനെ നോക്കില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ ശത്രുവായ ശമരേക്കാരൻ വന്ന് ഈ മനുഷ്യന് ആവശ്യമായിട്ടുള്ള മരുന്നും എണ്ണയും മരുന്നും വീഞ്ഞും പകർന്നതിന് ശേഷം, വീഞ്ഞെന്ന് പറയുമ്പോൾ മദ്യമല്ല, അത് മരുന്നാണ്, മരുന്നും എണ്ണയും പകർന്നതിന് ശേഷം തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഈ മനുഷ്യനെ ഒരു വഴിയമ്പലത്തിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പറയുന്ന വാക്യമാണ് നാം വായിച്ചത്. ഈ നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്നത് ശത്രുവായി കാണുന്ന, നാം ഇന്ന് ശത്രുവായി കാണുന്ന നല്ല ശമരിയക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. വഴിയമ്പലം എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. വഴിയമ്പലത്തിലെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് നാം ഓരോ വ്യക്തികളുമാണ്. ഇന്ന് നമ്മുടെ സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടമല്ല, അത് രോഗികൾക്കും പാപികൾക്കും രോഗസൗഖ്യം നേടുവാനുള്ള ഒരു വഴിയമ്പലമാണ്. അതിലെ സൂക്ഷിപ്പുകാരാണ് നാം ഓരോ വ്യക്തികളും. ഇവിടെ ആ നല്ല ശമരിയക്കാരൻ ഇവിടെ പറയുന്നത്, ഞാൻ ഇതാ ഈ മനുഷ്യനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, കുറച്ച് ധനം കൊടുക്കുകയാണ്. ഇതിൽ വല്ലതും അധികമായാൽ ഇത് നിങ്ങൾക്ക് ഇത് മതിയായിരിക്കാം, എന്നാൽ ഇതിൽ വല്ലതും അധികമായാൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വരുമ്പോൾ നിനക്ക് മടക്കി തരാമെന്ന് പറഞ്ഞു. നമുക്ക് ദൈവവേല ചെയ്യേണ്ടതും എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അനുഗ്രഹവും
എല്ലാ വഴിയും വാതിലും തുറന്നു നൽകിയിട്ടുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. ഇപ്രകാരം പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിനക്കെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് ദൈവവേല ചെയ്യുവാൻ. ഇനി നിനക്ക് എന്തെങ്കിലും നിൻ്റെ കയ്യിൽ നിന്നും അധികമായി നിനക്ക് നൽകി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ പേടിക്കണ്ട, ഞാൻ രണ്ടാമതും വരുന്നു, നിനക്ക് വേണ്ടി വലിയ ഒരു കിരീടവുമായി ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നാം ഇന്ന് നമ്മുടെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരാണ്, നമ്മുടെ ഭവനത്തിലുള്ളവരുടെ സൂക്ഷിപ്പുകാരാണ്. ഇന്ന് നമ്മുടെ കൺമുൻപിൽ ഇന്ന് സഭയാകുന്ന നമ്മളുടെ സഭയുടെ കൺമുൻപിൽ ഇന്ന് യൗവനക്കാർ, മറ്റു വ്യക്തികൾ, അവർ ഇന്ന് അർത്ഥപ്രാണിയായി രോഗസൗഖ്യത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, അവരുടെ ധനം അല്ലെങ്കിൽ അവരുടെ കടബാധ്യത മാറുവാൻ വേണ്ടി, മറ്റവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വ്യാകുലപ്പെടുമ്പോൾ, നെട്ടോട്ടമോടുമ്പോൾ, അവരുടെ സൂക്ഷിപ്പുകാരായ നാം ഇന്ന് അവരെ പ്രാർത്ഥനയായി അവരുടെ പ്രാർത്ഥനയാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അവരുടെ ആ മുറിവെല്ലാം വെച്ച് കെട്ടി അവരെ വചനത്താൽ രോഗസൗഖ്യത്തിൽ കൊണ്ടുവരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആദാമിനെയും ഹൗവയെയും ദൈവം ഏദെൻ തോട്ടത്തിലാക്കും. എന്നിട്ട് 15-ാമത്തെ വാക്യം പറയുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. അവിടെ ഏദെൻ തോട്ടത്തിൽ പോയി വേല ചെയ്യുവാനും കാക്കുവാനുമാക്കി. മുന്തിരിത്തോട്ടമാകുന്ന ദൈവവേലയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് ദൈവവേല ചെയ്യുവാനും സൂക്ഷിക്കുവാനും അവിടെ ആക്കുന്നു. ഇവിടെ ഏതിൽ നിന്നാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? പാപത്തിന് മുൻപ് ഏതിൽ നിന്നാണ് ആദാമും ഹൗവയും അവിടെ കാത്തു സൂക്ഷിക്കേണ്ടത്? തങ്ങളുടെ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് തന്നെ കാത്തു സൂക്ഷിക്കണം. നീ ഒരിക്കലും നന്മ തിന്മകൾ അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ ഈ ഭൂമിയെ നീ നശിപ്പിക്കരുതേ. അതുകൊണ്ട് നിന്നിൽ നിന്ന് തന്നെ ആ ഒരു മരത്തിൽ നിന്ന് മാറി നിന്നിൽ നിന്ന് തന്നെ ഇതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നാം ഇന്ന് അത് ചെയ്യുന്നുണ്ടോ? ഈ ഭൂമിയെ ആദ്യം ദൈവം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ജനങ്ങളെ നാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. സഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അതിന് നാം ചില കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഭൂമി ജനത്തിന് അനുയോജ്യമായി കാത്തു സൂക്ഷിക്കണം. എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, വെളിപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ കോപം വന്നു മരിച്ചവരെ ന്യായവിധിക്കുവാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവർക്കും നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനും ഉള്ള കാലം വന്നു. ഇന്ന് നാം കാത്തു സൂക്ഷിക്കേണ്ട, അന്ന് ആദാമിനും ഹൗവയെടുത്തും മനോഹരമായിട്ടുള്ള ഏദെൻ തോട്ടം കൊടുത്തിട്ട് കാത്തു സൂക്ഷിക്കുവാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഭൂമിയെ കാത്തു സൂക്ഷിക്കണം. നമ്മളുടെ പ്രകൃതിയെ, നമ്മളുടെ കൃഷിയെ, നമ്മുടെ ജലത്തെ, ഇതെല്ലാം ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ല കൃഷി ചെയ്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൂമിയിൽ വേർപ്പോടുകൂടി മാലിന്യങ്ങളൊന്നും അടിക്കാത്ത, മരുന്നുകളൊന്നും അടിക്കാത്ത നല്ല കൃഷി ചെയ്ത് നമുക്കാഹാരവും നമ്മളുടെ കൂടെയുള്ളവർക്കും നമ്മളുടെ ചുറ്റുമുള്ളവർക്കും ആഹാരം കൊടുത്ത് അവർക്കും നല്ല ജലം, കിണറ്റിലുള്ള ഉറവയിൽ നിന്നുള്ള നല്ല ജലം അവർക്ക് കൊടുത്ത് ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കണം. ഇല്ല എങ്കിൽ ശിക്ഷാവിധി വരും. ദൈവവേല ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കും.
അതിന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഭൂമിയെ മലിനപ്പെടുത്തുന്നത്, കഴിച്ചിട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഇന്ന് കുറ്റകരമാണ്. എന്നാൽ അത് ന്യായവിധിക്കൊരു ഒരു അവസരം ഒരുക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. കാരണം ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മളുടെ കടമയാണ്. നശിച്ചു കൊണ്ടുപോകുന്ന ഭൂമിയെ നാം നശിപ്പിക്കാതെ, നശിച്ചു കൊണ്ടുപോകുന്ന ഭൂമിയെ നാം നശിപ്പിക്കാതെ നമുക്ക് ലഭിക്കുന്നതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളൊരിക്കൽ നമ്മൾ അതും വിട്ടേച്ച് ഓടേണ്ടി വരും. കാരണം ഇവിടെ അധികമായിട്ടുള്ള പാപം വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരു നാശവും ദൈവം നൽകിയിട്ടുള്ള പ്രകൃതിക്കും ആഹാര രീതിക്കും വന്നു പോയിട്ടില്ല എന്ന് നാം ദൃഢപ്പെടുത്തിയാൽ ന്യായവിധി സമയത്ത് ഈ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ നാമും നശിക്കില്ല. ഭൂമിയെ നശിപ്പിച്ചവർ അങ്ങ് നശിച്ചു പോകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ദാസൻ ആകുന്നു എങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്നു എങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ജലം, നിങ്ങൾ വലിച്ചെറിയുന്ന ഓരോ സാധനങ്ങൾ, നിങ്ങളുടെ വീടിനെ വൃത്തിയായി സൂക്ഷിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ കരുതലോടുകൂടെ നോക്കണം. കാരണം ഒരു നാൾ ന്യായവിധിയിൽ ഇത് നിർത്തേണ്ടി വരുന്നു. ഇവിടെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇതും കൂടെ ചേരുന്നു. കാരണം അങ്ങനെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്കല്ലെങ്കിൽ നാളെ ഒരാൾക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി അവരെയും കൂടെ ഒരുക്കുവാൻ സാധിക്കും. ഇവിടെ രണ്ടാമത് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19 20 വാക്യങ്ങൾ. 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19 20 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ആകുന്ന നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. രണ്ടാമത് നമ്മളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. നാം സൂക്ഷിപ്പുകാരാകുന്നു. സഭ എന്ന് പറയുന്ന സത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നാം ഓരോ വ്യക്തികളും. ആ സത്രത്തിനകത്ത് അനേക രോഗവും പാപവും നിറഞ്ഞവർ വരേണ്ടി വരുന്നു. അത് വരണമെങ്കിൽ നമ്മൾ ചെന്നെടുക്കണം. ലേവ്യനും പരീശനും ഇവൻ പള്ളിയിൽ വന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു പോയി. ക്രിസ്തു അവിടെ ചെന്ന് എവിടെ വീണ് കിടന്നോ ആ പാപാവസ്ഥയിൽ നിന്നും രക്ഷിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ലേവ്യനും അവിടെ പുരോഹിതൻ ചിന്തിച്ചു, യവൻ എഴുന്നേറ്റ് പള്ളി വരട്ടെ, ഞാൻ രക്ഷപ്പെടുത്താം. ക്രിസ്തു അങ്ങനെയല്ല. അവൻ എവിടെ കിടന്നോ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നാം ജനങ്ങളുടെ ഇടയിൽ ചെല്ലണം. പാപത്തിലും രോഗത്തിലും മറ്റു പ്രയാസത്തിലുമായിരിക്കുന്നവരെ എണ്ണയും വീഞ്ഞും ആവശ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനവും കൊടുത്തുകൊണ്ട് അവരെ വീണ്ടെടുത്ത് സത്രത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുറിവുകളെ ദൈവത്തിൻ്റെ വചനത്താൽ കഴുകി മാറ്റി, അതിനെ കെട്ടി, അതിൻ്റെ മുറിവുകളെ മാറ്റി അവരെ പാപത്തിൽ നിന്നും അവരെ നിത്യജീവനിലേക്ക് ബലപ്പെടുത്തണം. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാകണം. രണ്ടാമത് നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനാകണം. എൻ്റെ സഭയിൽ വരുന്ന ഒരു വിശ്വാസിയെ ഞാൻ സംരക്ഷിക്കണമെന്ന് ദൈവം പറയുമ്പോൾ അതിന് എന്നെ ഒരുക്കുന്നത് ഇപ്രകാരമാണ്. എൻ്റെ ശരീരത്തെ ഞാൻ സംരക്ഷിക്കണം. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും പോകുവാനുള്ള ജഡത്തിൻ്റെ പ്രവൃത്തിയാണോ അതോ പരിശുദ്ധാത്മാവ് നിലനിൽക്കുവാനുള്ള ആത്മാവിൻ്റെ ഫലമാണോ കായ്ക്കുന്നത്? ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികളും താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലവുമുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. അവിടെ ക്രോധം, ദ്വന്ദ്വപക്ഷം, ശാഠ്യം, പുകവലി, മദ്യപാനം, വെറിക്കൂത്ത്, ഇതെല്ലാം അതിലുണ്ട്. ഇന്ന് ഞാൻ മദ്യപാനിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലെങ്ങനെ നിൽക്കും? ഇന്ന് ഒരാളെടുത്ത് എനിക്ക് ക്രോധമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, ക്ഷമ അയാളടുത്ത് കാണിക്കാൻ ഇല്ല എങ്കിൽ എന്നിലെങ്ങനെ പരിശുദ്ധാത്മാവ് നിൽക്കും? ആ പരിശുദ്ധാത്മാവ്
എന്നിൽ നിൽക്കണമെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നിട്ട് മറ്റുള്ളവരെ ഞാൻ ദൈവവചനത്താൽ സൂക്ഷിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ചുറ്റുപാടിനെ നാം സംരക്ഷിക്കണം, സൂക്ഷിക്കണം. രണ്ടാമത് നമ്മളെ തന്നെ നാം സൂക്ഷിക്കണം. മൂന്നാമത് ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 12 വാക്യം. വെളിപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 12 വാക്യം. അതിൽ ഇപ്രകാരം പറയുന്നു: ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. കാത്തുകൊള്ളുന്ന, അവിടെ വളരെ വ്യക്തമായിട്ട് അനുസരണവും കാത്തുകൊള്ളുക എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മളിൽ നമുക്കൊരിക്കലും സ്വന്തമായിട്ട് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും അനുസരിക്കുവാൻ കഴിയില്ല. പക്ഷേ ക്രിസ്തു നൽകിയിരിക്കുന്ന ആ ദാനമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ബലത്തോടുകൂടി ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. എണ്ണയും വീഞ്ഞും, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും, ഇതാണ് നല്ല ശമരിയക്കാരൻ ആ അർത്ഥപ്രാണിയായ വ്യക്തിക്ക് കൊടുത്തത്. എന്നിട്ട് നേരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനവും യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പറഞ്ഞു, നീ മാളിക മുകളിലിരുന്ന് ഞാൻ നിനക്ക് നൽകുവാനിരിക്കുന്ന വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകും, വരദാനങ്ങൾ നിനക്ക് നൽകും. അപ്പോൾ നിനക്ക് ദൈവകൽപ്പനയുമുണ്ട്, ദൈവത്തിൻ്റെ വചനങ്ങളുമുണ്ട്, നിനക്ക് യേശുവിലുള്ള വിശ്വാസവും നമുക്കുണ്ടായിരിക്കും. ആ കടുക് മണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നീ ജനത്തിൻ്റെ ഇടയിൽ ചെല്ലുക. അനേക വ്യക്തികൾ ഇന്ന് മദ്യശാലയുടെ പുറത്ത് ഇന്ന് അർത്ഥപ്രാണിയായി കിടക്കുന്നു. ജീവൻ വേണം, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. ഇന്ന് സിനിമ കണ്ട് അതിൽ നിന്നും ജീവൻ എന്ന് ഗെയിമും, മൊബൈൽ ഫോണിൻ്റെ ഗെയിമും സിനിമയും എല്ലാം കണ്ട് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അർത്ഥപ്രാണിയായി കിടക്കുന്ന ജനങ്ങളുണ്ട്. ഇന്ന് മറ്റു കാര്യങ്ങളെല്ലാം ഇന്ന് ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ ഇന്ന് പെട്ടുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും എനിക്കതിൽ നിന്നും പുറത്തു വരണം എന്ന് ചിന്തിച്ച് അർത്ഥപ്രാണിയായി കിടക്കുന്ന ജനങ്ങളുണ്ട്. ഇന്ന് സ്വന്തം ശരീരം വിറ്റ് കുടുംബത്തെ നോക്കുന്ന അനേക സ്ത്രീകളുണ്ട്. അവരുടെ എതിർപ്പ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നുമുള്ള അവരുടെ മേലുള്ള എതിർപ്പ്, അവർക്ക് വേറൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അവരുടെ സാഹചര്യം അങ്ങനെയായിപ്പോയി. അവർക്കതിൽ നിന്നും മാറണമെന്ന് ചിന്തിക്കുന്നവർ അനേക പേരുണ്ട്. അവരർത്ഥപ്രാണിയായി കിടക്കുന്നു. അവരുടെ ഇടയിൽ ഞാൻ ഇന്ന് ചെല്ലണമെങ്കിൽ ആ നല്ല ശമരിയക്കാരൻ്റെ കയ്യിൽ അവിടെ എണ്ണയും വീഞ്ഞും ഉണ്ടായിരുന്നതുപോലെ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും ആ സഭയ്ക്ക്, ആ വ്യക്തിക്ക്, ആ സഭ സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സഭയായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിനക്ക് ഞാൻ സഭ നൽകിയത്, നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്, നിൻ്റെ സഭക്കാരെ മാത്രം നോക്കിക്കൊണ്ട് നീ ധനം മേടിച്ചുകൊണ്ട് ഒരു മൂലക്കിരിക്കാനല്ല, ജനത്തിൻ്റെ ഇടയിൽ ചെന്ന് അർത്ഥപ്രാണിയായി കിടക്കുന്ന അനേക വ്യക്തികളുണ്ട്. രോഗസൗഖ്യത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. മദ്യപാനത്തിൽ നിന്നും പുറത്തു വരണം എന്ന് വ്യാകുലപ്പെടുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തികളുണ്ട്. ഇന്ന് അനേക യൗവനക്കാർ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ചിന്തിക്കുന്ന അനേക പേർ അർത്ഥപ്രാണിയായി കിടക്കുന്നു. ഇന്ന് മയക്കുമരുന്നിനേക്കാളും ഭയങ്കരമായിട്ടുള്ള അഡിക്റ്റായിട്ടുള്ള മൊബൈൽ ഫോണിലെ ആ പറയുന്ന വീഡിയോ ഗെയിമും മറ്റു വീഡിയോസും അതുപോലെ തന്നെ അശ്ലീല വീഡിയോസിലും
മായി എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അർത്ഥപ്രാണിയായിരിക്കുന്ന വ്യക്തികൾ, യൗവനക്കാർ പുറത്തവിടെയുണ്ട്. അവരെ നീ രക്ഷിക്കണമെങ്കിൽ അവിടെ വന്നിട്ട് പുരോഹിതൻ ലേവ്യനും പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവേലയ്ക്ക് വേണ്ടി ധനം വാങ്ങിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പുരോഹിതൻ, ലേവ്യൻ എന്ന് പറയുമ്പോൾ വിശ്വാസികൾ. ഇവർ രണ്ടുപേരും കണ്ടിട്ട് അവനിങ്ങനെയൊക്കെ തന്നെ, അവൻ പള്ളിയിൽ വേണമെങ്കിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെയല്ല. നല്ല ശമരിയക്കാരനായ കർത്താവായ യേശു ക്രിസ്തു അവൻ എവിടെ ഏതവസ്ഥയിൽ കിടന്നോ അവിടെ ചെന്ന് അവന് കൊടുക്കേണ്ട കാര്യം അവിടെ വീഞ്ഞും എണ്ണയും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ പോകാത്തത്, ധൈര്യമില്ലാത്തത്, ഒരു ജനത്തിൻ്റെ ഇടയിൽ ചെന്ന് അവരെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ധൈര്യമില്ലാത്തത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നവനായി ആത്മാവിൻ്റെ ഫലമുള്ള സഹിഷ്ണുതയില്ലാത്തതുകൊണ്ടാണ്. ദൈവകൽപ്പന, ദൈവത്തിൻ്റെ വചനം, യേശുവിലുള്ള വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ ലോകാവസാനത്തോളം നമ്മളുടെ കൂടെ ഉണ്ടാകും. യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ആ വിശ്വാസം, ഇത് രണ്ടും നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വേല സമൂഹത്തിൽ ചെയ്യുവാൻ സാധിക്കാത്ത. പള്ളിയിൽ വന്ന് കുറേ പാഠം പഠിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു, പ്രസംഗം കേട്ടു, അതിനെ നമ്മൾ കുറ്റം പറഞ്ഞു, 4 മണിക്കൂർ വന്നിരുന്ന് നമ്മളെ തന്നെ പൊലിപ്പിച്ചു കാണിക്കയും ഇട്ട് പോകുന്നതല്ല. ദൈവത്തിൻ്റെ വചനം പഠിച്ച് അതിൻ പ്രകാരം ജീവിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അർത്ഥപ്രാണിയായി അനേക വ്യക്തികൾ നമ്മുടെ സഭയുടെ പിൻവശത്തുണ്ട്, നമ്മുടെ സഭയുടെ മുൻവശത്തുണ്ട്, നമ്മുടെ സഭയ്ക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ജീവിതങ്ങൾക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. അവർക്ക് നൽകേണ്ട ദൈവവചനവും യേശുവിലുള്ള വിശ്വാസവും നേടിക്കൊണ്ട് സഹിഷ്ണുതയോടുകൂടി അവരെ വീണ്ടെടുത്ത് സഭയിലേക്ക് കൊണ്ടു ചെല്ലുക. അതാണ് ദൈവം പറഞ്ഞത്. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം ഇന്ന് എൻ്റെ സഭയിലും നിൻ്റെ സഭയിലും ഉണ്ടെങ്കിൽ, നല്ല ശമരിയക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ നിനക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്, എന്തെങ്കിലും വല്ലത് നീ അധികമായി കൊടുത്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും. യേശു ക്രിസ്തു തിരിച്ചു വരുവാൻ പോവുകയാണ്. സൂക്ഷിക്കുവാൻ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? ഇവിടെ സൂക്ഷിക്കുവാൻ കുറേ കാര്യങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞു, അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അത് കാത്തു സൂക്ഷിച്ച് നമ്മുടെ സഹോദരൻ്റെയും സൂക്ഷിപ്പുകാരനായി നാം നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സഭയാണെങ്കിൽ തീർച്ചയായിട്ടും അന്ത്യകാലത്തിൽ ഈ സഭ അന്ധകാരത്തിൽ വെളിച്ചമായി തീരും. അങ്ങനെയാകുന്നു ഈ സഭയെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അർത്ഥപ്രാണിയായി കിടക്കുന്ന പാപികളും രോഗികളും അതുപോലെ മറ്റ് പ്രശ്നങ്ങളിലും പ്രയാസത്തിലും മറ്റ് മയക്കുമരുന്നിനുമെല്ലാം അടിമയായിരിക്കുന്ന വ്യക്തികളെ അവിടെ ചെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയാലും കൊണ്ട് നമ്മൾ കൊണ്ടുവരും. അപ്രകാരമുള്ളൊരു ദൈവവേല നടത്തുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങ് അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അർത്ഥപ്രാണിയായ അനേക വ്യക്തികളുണ്ട് പിതാവേ. അവർക്ക് നൽകേണ്ട ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും അടിയങ്ങളിൽ ഉണ്ടാകുവാനും പ്രാർത്ഥനയോടുകൂടി അവരെ നേടിയെടുത്ത് അവരുടെ സൂക്ഷിപ്പുകാരനായി ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.